നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് അപർണ വിനോദ്. നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് പിണങ്ങിയിട്ടോ അല്ലാതെയൊക്കെ ഭാര്യയുടെ സ്വന്തം വീട്ടിൽ മാറി നിൽക്കുകയാണ്. ഒരുപാട് കാലങ്ങളായിട്ട് അവരുടെ വീട്ടിൽ മാറി താമസിക്കുകയാണ്. നിങ്ങളുടെ കൂടെ വരാനോ നിങ്ങളുടെ കൂടെ താമസിക്കാനോ ഒന്നും അവർ കൂട്ടാക്കുകയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഭർത്താവിന് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത്തരം കേസുകളിൽ ഭാര്യയ്ക്ക് എന്താണ് അവകാശമുള്ളത്? ഇത്തരത്തിൽ യാതൊരു കാരണവും ഇല്ലാതെ മാറി നിൽക്കുമ്പോൾ നിയമം ആരുടെ കൂടെയാണ് നിൽക്കാൻ സാധ്യത എന്നുള്ളത് കൂടി നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഭർത്താവിൻ്റെ കാര്യം നോക്കാം. യാതൊരു കാരണവും ഇല്ലാതെയാണ്, വിതൗട്ട് എനി റീസൺ, ഈ ഭാര്യ മാറി നിൽക്കുകയാണ് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ എവിടെയാണോ താമസിച്ചിരുന്നത് അവിടെ നിന്നും. അപ്പോൾ ഭർത്താവിന് ഈ ഭാര്യയെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അവരുടെ കൂടെ താമസിക്കാൻ വേണ്ടി തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള നിയമ സാധ്യതകൾ നിലവിലുണ്ട്. ഇതിനായിട്ട് നമുക്ക് കോടതിയിൽ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ് അഥവാ ദാമ്പത്യമായിട്ടുള്ള അവകാശങ്ങൾ അത് സംരക്ഷിക്കുന്നതിനുള്ള പെറ്റീഷൻ, ഹർജി നമുക്ക് കോടതിയിൽ ഫയൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരം കേസുകളിൽ കോടതി തീരുമാനിക്കും എന്താണ് ഇവിടെ നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചതെന്നുള്ളതിനെ പറ്റി കോടതി വിശദമായിട്ട് പരിശോധിക്കും. എന്നതിന് ശേഷം കോടതി അതിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ്. ഇനി വിത്ത് എ വാലിഡ് റീസണാണ് ഭാര്യ മാറി നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, പല റീസൺ ആവാം, ആ റീസണുകൾ വാലിഡാണ്, അതായത് നിയമപരമായിട്ട് സ്ത്രീ അതായത് ഭാര്യയെ സംബന്ധിച്ച് വാലിഡ് ആണോ എന്നുള്ളത് മാത്രമല്ല, നിയമപരമായി അത് വാലിഡ് ആയിട്ടുള്ളൊരു റീസൺ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീകൾക്കാണ് ഇവിടെ സംരക്ഷണം ലഭിക്കുക. ഉദാഹരണത്തിന് ഭാര്യ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നോ ഭർത്താവിൽ നിന്നോ ഒക്കെ നേരിടേണ്ടി വന്ന സ്ത്രീധന പീഡനമോ ശാരീരിക മാനസികമായിട്ടുള്ള ക്രൂരതകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഭാര്യയ്ക്ക് ഭർത്താവിനെതിരെയും ഭർത്താവിൻ്റെ വീട്ടുകാർക്കെതിരെയൊക്കെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കൂടെയും ഭർത്താവിൻ്റെ കൂടെയൊന്നും ജീവിക്കാനുള്ളൊരു അന്തരീക്ഷം അവിടെ ഇല്ല, ക്രൂരമായിട്ട് അവർ പീഡിപ്പിക്കപ്പെടുകയാണ്, മാനസികമായിട്ട് ശാരീരികമായിട്ടും എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ മാറി അതിനോടൊപ്പം തന്നെ കുട്ടികൾക്കും തങ്ങൾക്കും ഉള്ളൊരു മാസത്തുക ചിലവ്, മെയിൻ്റനൻസ് ഭർത്താവിൽ നിന്ന് ചോദിക്കാവുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ അവർ നേരിട്ട പീഡനങ്ങൾക്കെതിരെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരവും ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരവും അവർക്ക് പരാതി നൽകാൻ വേണ്ടി സാധിക്കും. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അകാരണമായിട്ട് മാറി താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭർത്താവിനും, ഇനി കാരണത്തോടെ, വ്യക്തമായിട്ടുള്ള കാരണത്തോടു കൂടി തന്നെ പിരിഞ്ഞ് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്കും നിയമപരമായിട്ടുള്ള സംരക്ഷണം ലഭിക്കുന്നതാണ്.